പണ്ട് 2 ആഴ്ച എടുത്തിരുന്നത് മിനിറ്റുകൾ മതി എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഒന്നായിരുന്നു ക്ലീൻ ആർക്കിടെക്ചറൊക്കെ. ക്ലീൻ ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് വായിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ 2 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കുറേ ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ട്. അതായത് ഈ പെർട്ടിക്കുലർ ഡൊമൈനിൻ്റെ ക്ലാസ്സസ് ഇവിടെ വേണോ, ഇൻ്റർഫേസസ് ഇവിടെ വേണോ. അപ്പം ആശാൻ പറയും ഇങ്ങനെയൊന്നും പറ്റില്ല, അതിവിടെ പറ്റില്ല, അതിവിടെ പറ്റില്ല. അങ്ങനെ ഒരുപാട് സമയം കളഞ്ഞിരുന്നു ആദ്യം. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു, ഇപ്പോൾ ഞാൻ കേഴ്സറിൽ ഒരു കേഴ്സറിൻ്റെ റൂൾ എഴുതി വെച്ചിട്ട് ഇത് ക്ലീൻ ആർക്കിടെക്ചർ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത്രയും സമയമെടുത്ത് നമ്മൾ എഴുതിയിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം മിനിറ്റുകൾ കൊണ്ട് പരിപാടി കഴിയും. പിന്നെ ചെയ്തതാണ് കീ വാൾട്ട്. അതായത് കമ്പനി ത്രൂ ഔട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഈ സീക്വൽ കണക്ഷൻ സ്ട്രിങ്സ് അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ കണക്ഷൻ സ്ട്രിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോഡിൻ്റെ ആപ്പ് സെറ്റിങ്സൊന്നും നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി കീബോർഡിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, കീബോർഡ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, കീബോർഡ് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ അന്നത്തെ സമയത്ത് R&D എടുത്ത് 1 വീക്കൊക്കെ എടുത്ത് ഓക്കെ 2 പോസിബിലിറ്റി ഉണ്ട്. അസ്യൂർ AD എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ മാനേജ്ഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഈ അസ്യൂർ ADക്ക് ആക്സസ് നമ്മൾ ഡെവലപ്പേഴ്സിന് ഉണ്ടാവില്ല, അത് മേലുള്ള വലിയ വലിയ മാനേജേഴ്സിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവരോട് ചോദിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാനേജ്ഡ് ഐഡൻറ്റിറ്റി പഠിച്ചു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോൾ ഉള്ള സമയത്താണ് കീബോർഡ് ഇൻ്റഗ്രേഷൻ വന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രൈമറി ചേഞ്ച് കമ്പനിയിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R&D കംപ്ലീറ്റ്ലി പോയി എന്നുള്ളതാണ്. റിസർച്ച് ആൻഡ് ഡോക്യുമെൻ്റ് എന്നായിരുന്നു, അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നായി. അപ്പോൾ ഒരു സൊല്യൂഷൻ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലീഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, അത് ഒന്നുകൂടി ഈസിയായി. അപ്പോൾ നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ എന്ത് മാറ്റമാണ് വന്നത് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.